ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ കിടക്കാച്ചി ബീഫ് ബിരിയാണിയാണ്. അത് 1 കിലോ ബീഫ് 1 കിലോ അരിയും വെച്ചുകൊണ്ടുള്ള വളരെ സിമ്പിളായി ഈസിയായി നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റംസ് കൂടിയാണിത്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 100% ദം ബിരിയാണി പോലെ തന്നെയാണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പൊ അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഉള്ളി കട്ട് ചെയ്താണിത്. അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ബിരിയാണി മസാല എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് മല്ലിച്ചപ്പ് പുതിന കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് ഒന്ന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരുന്നവരെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 5 വിസിൽ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട്. അപ്പോൾ മാഷാഅല്ലാഹ് ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് തൈര് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരി വേവിക്കാത്ത അരിയാണ്, കുതിർത്ത അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നുള്ളൂ. കാരണം ബീഫിൽ വെള്ളമുണ്ട്, ആ കറിയിൽ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഓവറാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത്. അപ്പോൾ അതിന് കണക്കാക്കി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. എന്നതിന് ശേഷം സെറ്റാക്കിയിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വന്നാൽ മതി. എന്നതിന് ശേഷം കുക്കർ അവിടെ അടച്ച് വെക്കുക. എന്നതിന് ശേഷം ഇരുന്ന് അങ്ങനെ ചൂടാറിയതിന് ശേഷമേ കുക്കർ തുറക്കാവുള്ളൂ. അപ്പോൾ ഇതിന് ഗാർണിഷിന് വേണ്ടിയുള്ള കുറച്ച് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. എന്നതിന് ശേഷം നെയ്യിൽ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തത്. അപ്പോൾ ഉള്ളി നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ശരിയാക്കി എടുക്കുന്നു. അത് ഓക്കെ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടാവും, ഉഷാറായിട്ട്. അപ്പോൾ ഇത്രയും സമയം മതി നമ്മളൊരു ചോറ് വേവാൻ. അപ്പോൾ നമ്മൾ കുക്കറൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ടാവും. മാഷാഅല്ലാഹ് ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ നമ്മുടെ ബിരിയാണി, കുക്കർ ബിരിയാണി. അപ്പോൾ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാഹ് യാ സലാം. അപ്പോൾ ആണ്ടങ്ങൾ ഒരൊറ്റ വിസിലടിച്ച് മൂടി വെച്ചിട്ടുള്ളതാണ്. വേവിക്കാതെ അരി അങ്ങനെ ഇട്ടതാണ് അതിനകത്തേക്ക്. ഓക്കെ. അപ്പോൾ നല്ല സെറ്റായി സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല.